രാജ്യത്തെ RSS ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് 2014-ലാണ്. 2014 നിന്ന് തുടങ്ങുന്ന അവരുടെ യാത്ര ഇപ്പോൾ 2026-ലെത്തി. സംഘപരിവാറിൻ്റെ ഇതുവരെയുള്ളൊരു ധാർഷ്ട്യമായിരുന്നു. ഏത് കൊള്ളരുതായ്മ ചെയ്തും, എന്ത് തോന്നിവാസം ചെയ്തും, എന്ത് ജനവിരുദ്ധ നയം നടപ്പിലാക്കിയും, ഏതു മനുഷ്യനെ കൊന്നാലും, ഏതു മനുഷ്യനെ ജയിലിലടച്ചാലും, ഏതു മനുഷ്യൻ്റെ മേലിൽ UAPA ചാർത്തിയാലും, ഏതു മനുഷ്യനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചാലും, ഏതു മനുഷ്യനെതിരെ എന്ത് ചെയ്താലും ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സംഘപരിവാറിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ മുഖത്തേറ്റ അടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. ഈ രാജി സ്വാഭാവികമായി വന്നിട്ടുള്ള ഒരു രാജിയല്ല. ഈ രാജി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി നടത്തിയ രാജിയല്ല. ഈ രാജി ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവനും തങ്ങളുടെ ഭാവിയും തങ്ങളുടെ രക്തവും തങ്ങളുടെ എല്ലാം സമർപ്പിച്ച് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ നടത്തിയ സമരത്തിൻ്റെ അവസാനമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായാണ് ഈ രാജി ഉണ്ടായത്. ഈ രാജി സ്വാഭാവികമല്ല. ഈ രാജി പോരടിച്ച് നേടിയ രാജിയാണ്. ഈ രാജി ഒരു ഘട്ടത്തിലും തങ്ങൾ രാജിവെക്കില്ല എന്ന് പറഞ്ഞ സംഘപരിവാർ അഹന്തക്കേറ്റ അടിയാണ്. ഇത് തുടക്കമാണ്, ഇത് അവസാനത്തേതല്ല. സംഘപരിവാറിൻ്റെ ഭാഗമായി രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്ന വികലമായ നയങ്ങളുടെ ഭാഗമായി ബാധിക്കപ്പെട്ടിട്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നതേയുള്ളൂ. എത്രയെത്ര മനുഷ്യരെയാണ് വേട്ടയാടിയിട്ടുള്ളത്. ഈ സമരത്തിൻ്റെ ഭാഗമായി 23 ലക്ഷം വിദ്യാർത്ഥികളുടെ കണ്ണീർ ഈ മണ്ണിൽ വീണപ്പോൾ അതിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച സംഘപരിവാറുകാർക്കും ABVP-ക്കാർക്കും ഇപ്പോഴെന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കേരളത്തിൻ്റെ കലാലയങ്ങളിൽ SFI ഒരു സ്ട്രൈക്ക് നടത്തുമ്പോൾ ആ സ്ട്രൈക്കിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കേരളത്തിലെ BJP-യുടെയും ABVP-യുടെയും തെറ്റായ നയങ്ങൾ കേരളത്തിലെ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഉള്ളിലെ മനുഷ്യത്വ വിരുദ്ധത, അവരുടെ ഉള്ളിലെ വർഗീയത, അവരുടെ ഉള്ളിലെ മറ്റുള്ള മനുഷ്യനോടുള്ള വെറുപ്പ്, മറ്റു മനുഷ്യരോട് അവർ കാണിക്കുന്ന അസഹിഷ്ണുതയൊക്കെയും ഈ മണ്ണിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ രാജ്യത്തിൻ്റെ മഹാത്മാവിനോട് കാണിച്ച അതേ നെറികേട് ഈ രാജ്യത്തെ സകല മനുഷ്യരോടും തങ്ങൾക്ക് കാണിക്കാമെന്ന ബോധ്യമുണ്ടല്ലോ, അഹന്തയുണ്ടല്ലോ, അതിനേറ്റ അടിയാണിത്. ആ അടി ഒരു ഘട്ടത്തിൽ പോലും അവസാനത്തതല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നത്. ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ സമരത്തിൻ്റെ ഭാഗമായി ആദ്യാവസാനം ഉണ്ടായ ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് കഠിനമായ വിമർശനം ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ചില വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അതൊന്ന് KSU ആണ്, മറ്റൊന്ന് MSF ആണ്. എവിടെയായിരുന്നു ഇവരൊക്കെയും എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുമ്പോൾ നിങ്ങൾ പാലിച്ച നിശബ്ദത നാളെ നിങ്ങളുടെ മുന്നിൽ ചോദ്യമുനയായി വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ 21 വിദ്യാർത്ഥികളുടെ ജീവൻ കൊടുക്കേണ്ടതായി വന്നു. ആ വിദ്യാർത്ഥികൾ അനുഭവിച്ച വേദനയ്ക്ക് അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായി പുതിയ നിയമം രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടും എന്നറിയിച്ചിട്ടുണ്ട്. ആ നിയമത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതിൻ്റെ പിന്നാലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയേണ്ടതുണ്ട്. ഈ രാജ്യത്ത് NTA പിരിച്ചുവിടപ്പെടണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഈ സംസ്ഥാനങ്ങളിലേക്ക് തിരികെ ഈ പരീക്ഷാ നടത്തിപ്പ് തിരികെ എത്തണം. അതിൻ്റെ ആവശ്യകരമായി ഈ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും ഫെഡറൽ തത്വങ്ങൾക്കനുസൃതമായി സംഘപരിവാർ പ്രവർത്തിക്കാനോ അവരുടെ ഭാഗമായി ഇന്നവർ സംസ്ഥാനം ഈ രാജ്യത്ത് ഭരണം നടത്തുകയാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സർക്കാരുകളെ അവർ ബഹുമാനിക്കാൻ പഠിക്കണം. അതിൻ്റെ ഭാഗമായി ഫെഡറൽ തത്വങ്ങൾക്കനുസൃതമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവണം. അങ്ങനെയല്ല എങ്കിൽ ഇങ്ങനെയെല്ലാം കേന്ദ്രീകരിച്ച് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് ഇത്തരം ഒരുപാട് രാജികൾ ഇനിയും ആവർത്തിക്കേണ്ടതായി വരും. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം രാജിയിൽ അവസാനിക്കുന്നതല്ല എന്ന് പറയാൻ കാരണം രാജ്യത്തിൻ്റെ വികലമായ നയങ്ങൾ വ്യത്യസ്ത മേഖലയിൽ ഇനിയും ഉയരുന്നുണ്ട്. ഒട്ടനവധി സമരങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഛത്തീസ്ഗഡിൽ സമരം നടക്കുന്നുണ്ട്. SC/ST വിഭാഗങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ട്രൈബൽ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമരം ഇപ്പോൾ നടക്കുകയാണ്. നോയിഡയിൽ തൊഴിലാളികൾ സമരത്തിലാണ്. പഞ്ചാബിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും സമരത്തിലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യമെമ്പാടും സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരങ്ങളൊക്കെയും ഒരു വലിയ തീക്കാറ്റായി രാജ്യത്ത് ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. സമരങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ രാജ്യത്തിൻ്റെ മീഡിയ ഹൗസുകൾ വാങ്ങിയിട്ടുള്ള അദാനിക്ക് ആ മീഡിയ ഹൗസുകൾ മാത്രം മതിയാവില്ല ഇനി ഞങ്ങളെ നിശബ്ദപ്പെടുത്താൻ. കാരണം ഞങ്ങളുടെ കൈകളിൽ വിലങ്ങണയിച്ചാലും ഞങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടിയാലും ഞങ്ങളുടെ നാക്കറത്താലും ഇവിടെ മനുഷ്യർ
പ്രതിരോധം സൃഷ്ടിക്കാൻ തയ്യാറാകുന്ന വിധത്തിലേക്ക് അവരുടെ കണ്ണുകൾ കൊണ്ടോ ചെറുചലനങ്ങൾ കൊണ്ടോ രാജ്യത്തെ സർക്കാരിനെതിരെ കൈകൾ ഉയർത്താൻ കഴിയുന്ന നിമിഷങ്ങളിലും നാക്കനക്കാൻ കഴിയുന്ന നിമിഷങ്ങളിലും കണ്ണുകൾ കൊണ്ട് പ്രതിഷേധം നടത്താൻ കഴിയുന്ന നിമിഷങ്ങളിലും എവിടെയെങ്കിലും ശരീരത്തിൻ്റെ അവസാനത്തെ ചലനമുണ്ടാകുന്ന നിമിഷത്തിലും അവർക്കെതിരെ സമരമാകാൻ കഴിയുന്ന വിധത്തിലേക്ക് രാജ്യത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇന്ന് തീക്ഷ്ണമായി രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നു എന്ന് ഞങ്ങൾ ഏറ്റവും ആഹ്ലാദത്തോടുകൂടി ആവേശത്തോടുകൂടി ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായി ഡൽഹിൻ്റെ തെരുവോരങ്ങളിൽ രക്തം ചിന്തേണ്ടി വന്ന ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട്. അവരെ ഇവർ വിളിച്ചത് രാജ്യദ്രോഹികളെന്നാണ്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ, നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച ഇവർ ഈ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കി, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കി, 1 ലക്ഷം സ്കൂളുകൾ പൂട്ടിക്കെട്ടുമ്പോഴും, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുമ്പോഴും, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സഞ്ചരിപ്പിക്കുമ്പോഴും, ഈ രാജ്യത്ത് മനുവാദ സിദ്ധാന്തപ്രകാരം മനുഷ്യരായി കാണാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് ഭക്ഷണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, പ്രണയത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന ഇവരാണോ രാജ്യദ്രോഹികൾ? ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ അവർക്ക് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണോ രാജ്യദ്രോഹികൾ? ഈ രാജി കൊണ്ട് അതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ BJP നടത്തിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങൾ കേരളം കണ്ടതാണ്. സമരം ഈ നാടിൻ്റെ ആവശ്യമായിരുന്നു, ശരിയായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇന്നലെയും മെനഞ്ഞാന്നുമായി ഈ ഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് സ്വന്തം ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ തുടർച്ചയായി ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതെ, വിദ്യാർത്ഥികളുടെ സമരത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞത് രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥി സംഘടനകൾ, അത് SFI ആവട്ടെ, ASF ആവട്ടെ, IC ആവട്ടെ, അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന നിലയിൽ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള അതിൻ്റെ പ്രവർത്തകർ, അവരെല്ലാം മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഈ സമരത്തിന് ആ നിലയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ വിജയം രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇന്ത്യയെ അവസാനിപ്പിക്കാൻ, ഇന്ത്യ എന്ന ബോധത്തെ ഇല്ലാതാക്കാൻ സംഘപരിവാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗ്രാൻഡ് ഡിസൈനിനെ തകർക്കാൻ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും വരും തലമുറക്കും കഴിയും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഈ രാജ്യത്ത് ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെ നമ്മൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള, ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ആ കുഞ്ഞിനെ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പൗരാവകാശത്തെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഏറ്റവും വലിയ ബോധ്യമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ആ സമരം തീർച്ചയായും ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരം ഈ രാജ്യത്തിൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഗതകാല സ്മരണകളിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലേക്ക് നടന്നിട്ടുള്ള ഈ സമരം ഈ രാജ്യത്ത് പുതിയൊരു വഴിത്തിരിവ് തന്നെയാണ്. അതിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും ഏറെ അഭിമാനമുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ഞങ്ങൾ ഈ നടത്തിയ സമരത്തിൻ്റെ ഒടുവിലെന്ന നിലയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തും. അതിൻ്റെ ഭാഗമായി ഇവിടെ ഞങ്ങളിപ്പോൾ മെലഡി ഒരു മിഠായി വിതരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടും ഞങ്ങളത് വിതരണം ചെയ്യും. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ ഡിപ്ലോമസിയുടെ ഭാഗമായി ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ സോപ്പിടാൻ വേണ്ടിയല്ല, മറിച്ച് ഇത്തരത്തിൽ ഈ PR വർക്കുകൾ നടത്തിയതിൻ്റെ ഭാഗമായി PR വർക്കുകൾ കൊണ്ട് മാത്രം രാജ്യത്തെ പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ല എന്നും, രാജ്യത്തെ ഗവൺമെൻറ് ആണെങ്കിൽ ഈ രാജ്യത്തെ 138 കോടി ജനതയും കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും അവർക്ക് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനാണെന്നും, നിങ്ങളുടെ മുന്നിൽ ഈ നിമിഷം വരെയും കഴിഞ്ഞ 14 വർഷമായി, 2014 നിന്ന് 2026 12 വർഷമായി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരാത്ത നരേന്ദ്രമോദി സ്വന്തം ഫോൺ എടുത്ത്, സെൽഫി എടുത്ത്, വീഡിയോ എടുത്ത് രാജ്യത്തിൻ്റെ മുന്നിലേക്ക് കൊടുക്കേണ്ട വിധത്തിലേക്ക് അയാൾ അക്കൗണ്ടബിൾ ആണ് എന്ന് തെളിയിച്ച ഒരു സമരമായി ഈ സമരം മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് വലിയ മാറ്റം. ആ മാറ്റത്തിലേക്ക് RSSനെയും BJPയെയും ചിന്തിപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ മാറിയിരിക്കുന്നു. ഇനി ചിലപ്പോൾ വേട്ടയാടലുകളുമായി അവർ ഇറങ്ങിയേക്കാം. അതിനെയും പ്രതിരോധിക്കാൻ SFI ഈ വിദ്യാർത്ഥികളോടും ഈ സമരത്തോടൊപ്പവും ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.